पास आओ क्यों मुस्कुराओ. അടുത്തൊരു ദുബൈ എന്നാണ്, ഒരു സംശയം വേണ്ട. മലയാളികൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. മൈ സിറ്റി യു നോ കേരള, നെയിം കേരള. കേരള മീൻസ് ബാക്ക് വാട്ടർ, ഗോഡ്സ് ഓൺ കൺട്രി. അതിൽ പെടുന്ന ഒരു ഭയങ്കര സ്ഥലമാണ്, ഒരു ഭയങ്കര സ്ഥലം, ഒന്നും പറയാനില്ല. കണ്ടില്ല നിങ്ങൾ? ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് പോകാനും തോന്നുന്നില്ല കേട്ടോ. ബുധുവിനെ സേവ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു കോട്ടയാണിത് എന്നുള്ളത്. ഈ കാഴ്ച നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മോണ്ടിനോഗ്രോയിൽ ബുധുവയിൽ വന്നിട്ട് എന്താ കാര്യമല്ലേ? നോ പ്രോബ്ലം, യു കം. ഐ ഹാവ് സോ മെനി റൂട്ട്സ് ഫോർ ഇന്ത്യൻ. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ കാണാം അങ്ങക്ക് ഈ സ്ഥലം കേട്ടോ. ഞാൻ പേരൊക്കെ പറഞ്ഞുതരാം. ഇറ്റ് മൈ എക്സ്പീരിയൻസ് ഈസ് 25 years ട്രാവലിംഗ് എക്സ്പീരിയൻസ്, നോട്ട് 1 year. എങ്ങനെയുണ്ട് കാഴ്ച? കഷ്ടപ്പെട്ട് വന്നത് അതിനാണ്, അത് കാണാൻ. മിലോസർ എന്ന് പറഞ്ഞാൽ കാണുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ ഭംഗി, ബീച്ചിൻ്റെ. അങ്ങനെ നമ്മൾ കോട്ടൻ്റെ അകത്തേക്ക് കയറുകയാണ് മക്കളെ. കഴിഞ്ഞ കാഴ്ചയിലുള്ള എപ്പിസോഡുകളിൽ നമ്മൾ 12 കിലോമീറ്റർ നടത്തത്തിൻ്റെ കാഴ്ചകളാണല്ലോ. അപ്പോൾ അതൊരു ലെങ്തി വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ഇടയിൽ വെച്ചിട്ട് ഒരു കട്ടിംഗ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതിൻ്റെ തുടർച്ചയാണ് കേട്ടോ അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ളത് സ്വേത്തി സ്റ്റെഫൻ ആണ് കേട്ടോ. അപ്പം അതാണ് പ്രധാന കാഴ്ച, നമ്മൾ പറഞ്ഞു വന്ന പ്രധാന കാഴ്ചയാണ്. അതാണ് ശരിക്കും നമ്മൾ ഭൂമിയിലെ സ്വർഗം എന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലം. അപ്പം നിങ്ങൾക്കത് കാഴ്ച കാണുമ്പം നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഭംഗിയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നിവിടെ വന്നെങ്കിൽ എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ആ കാഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴ നല്ലോണം കൂടിയിട്ടോ, കണ്ടില്ല നിങ്ങൾ? മഴ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗ്ലാസും ഫോണും ഒന്നും ടച്ച് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല, നനവ് അത്രയും വരുന്നുണ്ട്. പക്ഷേ കഴിയുന്ന മാതിരി അങ്ങോട്ട് ചെയ്യാം, അത് തന്നെയല്ലേ പരിപാടിയിലേ. നമുക്കിനി 2.5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ എത്ര കിലോമീറ്റർ നടന്നു അറിയാം? 8.5 കിലോമീറ്റർ നടന്നു. പക്ഷെ മഴ കൂടുന്നത് മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് മെയിൻ റോഡിലേക്ക് കയറേണ്ടി വന്നിട്ടോ. വെള്ളത്തിൻ്റെ ഭാഗം നമുക്ക് കഴിഞ്ഞിട്ട് കുറച്ച് മെയിൻ റോഡ് കയറിയിട്ട് നടക്കേണ്ടി വന്നു, കുറഞ്ഞ ദൂരം. വീണ്ടും ബീച്ചിലേക്ക് നമ്മളെത്തും. ബസ് സ്റ്റോപ്പ് ചെറിയൊരു ക്ലാസ് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആരുമില്ല. നമ്മൾ ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന മാതിരിയുള്ള ഒരു ചെറിയ കഫ്റ്റീരിയ ഇതിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. അങ്ങനെ നമ്മൾ നടന്നു വന്ന വഴികളുടെ ഒരു ഭാഗമായിട്ടത്. വാഹനങ്ങളിങ്ങനെ ചേറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ടൂറിസ്റ്റ് പ്രദേശത്തിൻ്റെ ബോർഡുകളാണ് നമ്മൾ കാണുന്നത്. വലിയ മലഞ്ചെരുവ് തന്നെയാണ് കേട്ടോ, നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വരുന്ന സ്ഥലം ബാർ എന്ന് പറഞ്ഞ സ്ഥലം കണ്ടില്ല നിങ്ങൾ? ഇതിവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ, ബാർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടേക്കുള്ള റോഡാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ മറ്റൊരു ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, മിലോസർ. മിലോസർ എന്ന് പറഞ്ഞാൽ കാണുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ ഭംഗി, ബീച്ചിൻ്റെ. ഇവിടെ ആൾക്കാർ ഫുള്ള് കുളിക്കുന്നതും ഹോട്ടലിൻ്റെയും ഒക്കെ സ്ഥലം കേട്ടോ. ഇപ്പോൾ ഉണങ്ങി കിടക്കുന്ന നോക്കണ്ട, കണ്ടില്ലേ? അപ്പോൾ അടുത്തൊരു ഡെസ്റ്റിനേഷൻ ആയില്ല ഞങ്ങൾക്ക്. പ്രസ്കവിസ് എന്നൊക്കെ പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ കണ്ട ബോർഡിലുള്ളതുണ്ട്. എന്താണ് 100 മീറ്റർ കൊനോറ ലോങ്കാസ്റ്റ്, അതാണ് ആ പറയുന്നത്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് കാണുന്നുണ്ട് കേട്ടോ, ഒന്ന് പോയി നോക്കാം. ഓ, അവിടേക്ക് എൻട്രൻസ് ഇല്ല, ക്ലോസ്ഡ്. പക്ഷെ നല്ല ഭംഗിയുള്ളതല്ലേ, എന്താ ഭംഗി! കടലിൻ്റെ ഭംഗി മക്കളെ, പാട്ടുകൾ വരുന്നു. കടലിൻ്റെ ഓരത്ത് ഇങ്ങനെ റോഡാക്കിയിട്ടോ ചിലത്. അതേപോലെ റിസോർട്ടുള്ള ഭാഗങ്ങളിൽ കടലിൻ്റെ ഓരത്ത് കൂടി ഇങ്ങനെ നടക്കണം. ഒറ്റക്ക് നടക്കുകയാണ് മക്കളെ. ഹലോ, എന്താ ചെയ്യാം? ഏതായാലും നമ്മൾ നടന്ന് തുടങ്ങി. ഇനി 2 കിലോമീറ്റർ കൂടി ഉള്ളൂ കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഇറങ്ങാൻ പോകട്ടോ. കഷ്ടപ്പെട്ട് വന്നത് അതിനാണ്, അത് കാണാനാണ്. ഇതൊരു ഓൾഡ് സിറ്റി കേട്ടോ, റോയൽ ഹോളിഡേ മൗണ്ടൻസ് ഓൺ ദ ബീച്ച്. നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾ നോക്കി കണ്ടോളി. ഇത് വഴി കേട്ടോ. നമ്മൾ മനസ്സിൽ പലരും പൈസ ഒക്കെ ഉള്ള ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. കണ്ടങ്ങൾ ഇവിടുന്ന് ഒരു ലോങ് വ്യൂവിൽ എങ്ങനെയുണ്ട് കാഴ്ച? അയ്യോ, എന്താ സംഭവം! അങ്ങോട്ടേക്ക് എൻട്രി ഇല്ലയെന്ന് തോന്നുന്നു, ഇവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല. നേരെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്ന് നോക്കാം.
അതിൻ്റെ അടുത്ത് വരെ പറ്റുന്ന സ്ഥലം വരെ പോവാം. ഇതിലൂടെ ഒരു വഴിയാകുന്നുണ്ട് കേട്ടോ. സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന, ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ ഉപയോഗിക്കുന്നതായിരിക്കും. ഒന്ന് പോയി നോക്കാം. ഇതിലൂടെ പോകുമ്പോൾ ഇത് ശരിക്കും നമ്മൾ കുറേ ആൾക്കാർ കൂട്ടമായിട്ട് വരണം കേട്ടോ. സംഭവം കണ്ടില്ലേ? എന്താ വഴി! മലമുകളിലേക്ക് ഇതുപോലത്തെ വഴികളാണ് ചെയ്യേണ്ടത് കേട്ടോ. ശരിക്കും എത്ര മഴ പെയ്താലും എന്ത് പെയ്താലും ഒന്നും ആവാതെ ഇതേപോലത്തെ കമ്പിയൊക്കെ കൊടുത്ത് നല്ല രസമില്ലേ? ഇങ്ങോട്ടാ നമ്മൾ പോകുന്നത് അറിയോ? അല്ലോ, നടന്ന് കാലൊക്കെ കുഴഞ്ഞ് സാരില്ല. എന്നാലും ഇവിടെ എത്തിയത് കണ്ടു നോക്കുമ്പോണ്ടല്ലോ ഭയങ്കര സംഭവം കേട്ടോ. ഇപ്പം കാണിച്ചു തരാം, കണ്ടോളി. ഇവിടെ വരണം കേട്ടോ, എന്തായാലും വരണം. ഇങ്ങോട്ട് സാഹിബ്, നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട സാഹിബ് പ്രത്യേകം ഏൽപ്പിച്ച് പോയതാണ്. നീ പോയിട്ട് കാണണം കേട്ടോ, എൻ്റെ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, നമ്മൾ കണ്ടാളാം. അങ്ങനെ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിവേകാനന്ദ പാറല്ലേ, നമ്മളെ കന്യാകുമാരി, ഇതേപോലെ കടലിൻ്റെ നടുവിൽ ഇതേപോലത്തെ സ്ഥലത്ത് ബാലൻസായ, അതായത് ഭൂമി കടൽ കയറിയപ്പം ബാലൻസായ ഒരു പാറയാണ്. ആ പാറൻ്റെ മുകളിൽ ഇവർ വീടുകളും കാര്യങ്ങളും എന്തൊക്കെയോ ആണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇതിൽ ചർച്ചൊക്കെ ഉണ്ട്, പറഞ്ഞ മനസ്സിലായില്ല. അപ്പോൾ എന്നിട്ട് അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റി വരും. അങ്ങോട്ടേക്ക് അടിപൊളി വഴികളൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനൊക്കെ അവോയ്ഡ് ചെയ്തോളൂ അല്ലേ? ഇത് കണ്ടങ്ങൾ എന്താ ഭംഗിയില്ലേ? നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ കാണാം അങ്ങക്ക് ഈ സ്ഥലം കേട്ടോ. ഞാൻ പേരൊക്കെ പറഞ്ഞുതരാം. ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണുന്നതിനോടൊപ്പം നമുക്ക് കാണാൻ, ഇവിടുന്ന് കാണാനുള്ള ഒരു ഭയങ്കര സംഭവം ഉണ്ട് കേട്ടോ. ഇപ്പം കാണിച്ചു തരാം. പാസ് ആവോ ക്യോ മുസ്കുരാവോ, ലോകത്തിലെ സ്വർഗം തന്നെ ഇവിടെ ഉണ്ടല്ലോ. കണ്ടോളി സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടോളി, ഇവിടെ എല്ലാവരും വന്ന് എൻജോയ് ചെയ്തോളി. ഇവിടെ എല്ലാവരും വന്ന് സന്തോഷിച്ചോളി. ഇങ്ങനെയൊക്കെ പറയാൻ കഴിയും. എനിക്ക് പാട്ട് വന്നിട്ട് പാടാൻ മുട്ടുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ നമ്മളെ വ്യൂവേഴ്സിനൊരു വെറുതെ ഒരു ഹരത്തിനൊരു പാടിയെന്ന് മാത്രം. അങ്ങനെയാണല്ലോ നമ്മൾ ചില സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ തന്നെ മതിമറക്കും. അതിൽ പെടുന്ന ഒരു ഭയങ്കര സ്ഥലമാണ്, ഒരു ഭയങ്കര സ്ഥലം, ഒന്നും പറയാനില്ല. ഭംഗിയെന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന ഭംഗികൾ, അതിശയങ്ങൾ കിട്ടുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഭംഗിയായി ഇങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെയാണ് എടുക്കും. ഇവിടെ നമുക്ക് ഇതിലേ വന്നിട്ട് ഇവിടെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. ബീച്ചിലേക്ക് ഇറങ്ങാനും കുളിക്കാനൊക്കെ ഉള്ള നല്ല എന്ത് രസമല്ലേ! എനിക്ക് രസം പറഞ്ഞ് മതിയാവുന്നില്ല. അവിടെ ഇതേപോലെ നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ്, കുളിക്കടവ് മാതിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടേക്കുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഓ, സീസൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ ക്ലോസ് ആട്ടോ. അപ്പോൾ നമ്മൾ സീസണിൽ വരണം. എന്തായാലും എങ്ങനെയുണ്ട് നിർമ്മാണം? ഇത് പണ്ടൊരു കോട്ടയൊക്കെ ഉള്ള പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയത് പോലെ ഉണ്ട് കാണുന്നത്. ഇതാ അതിലേക്കുള്ള ഗേറ്റാണ്. അത് അടച്ചിട്ടാണ്. ഇവിടെ സർവീസൊന്നുമില്ല. നമുക്ക് വിടം വരെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇതെന്നെങ്കിലും കാണാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം തന്നെ കേട്ടോ. ഞാൻ വീണ്ടും ഒരു കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു പോകൊണ്ടിരിക്കട്ടെ നിങ്ങൾക്ക്. അവിടുന്ന് ഇതാ ഹൈവേ എന്നൊക്കെ നമുക്ക് വാഹനം വരുന്ന സമയത്ത്, ഹൈവേന്ന് പകലാണുങ്ങൾ വരുന്നെങ്കിൽ ഇതൊക്കെ കാഴ്ചയൊക്കെ ഉണ്ടാവും കേട്ടോ. ശരിക്ക് സേത്തി സ്റ്റീഫൻ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി കേട്ടോ ഗൂഗിളിൽ. സേത്തി സ്റ്റീഫൻ പോയി നോക്കുകയാണ് പെണ്ണുങ്ങൾ വന്നിട്ട്. ഇവിടുത്തെ തന്നെ തോന്നുന്നു സ്റ്റേഫി സ്റ്റീഫൻ. അത് അടിച്ചു നോക്കിയാൽ മതി നിങ്ങൾ. അത് അടിച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ഭംഗി. അതിൽ ഗൂഗിളിലൊക്കെ കാണിക്കും, നമ്മൾ പിക്ചറിലൊക്കെ കാണിക്കും. ഇവിടുത്തെ കാണിക്കുമ്പോൾ തന്നെ പ്രധാനമാണിത്. അപ്പം നമ്മൾ പറഞ്ഞ കാഴ്ച അതാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് ബസ്സിലായിട്ടും ഞാൻ നടന്നു വന്നത് കേട്ടോ. കാരണം ഈ കാഴ്ച നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മോണ്ടിനോഗ്രോയിൽ ബുധവയിൽ വന്നിട്ട് എന്താ കാര്യമല്ലേ? കണ്ടില്ല നിങ്ങൾ? ഇത് നമ്മളെ വിവേകാനന്ദ പാറ ഇതിനെക്കാട്ടിയും ഭംഗിയാണ് കേട്ടോ. പക്ഷെ അവിടെ വിവേകാനന്ദ പാറാണ്. ഇവിടെ ഒരു സമൂഹം താമസിക്കുകയാണ്. ചർച്ചും ഒക്കെ കണ്ടില്ലേ, പള്ളി കണ്ടില്ലേ? നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, ഇവരെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ. അങ്ങനെ നമ്മൾ ഈ കാഴ്ചകൾ കണ്ട് മടങ്ങുകയാണ് കേട്ടോ. വീണ്ടും ബുധവ സിറ്റിയിലേക്ക് പോവുകയാണ്. 12 കിലോമീറ്ററാണ് നമ്മൾ നടന്നെത്തിയത്. നമ്മൾ മുകളിലേക്ക് കയറും തോറും അതിൻ്റെ വ്യൂ, ഭംഗിയും ആകാശവും നീലക്കടലുമായിട്ടുള്ള ഭംഗി അങ്ങോട്ട് വേറെ തന്നെ ലെവലല്ലേ, അടിപൊളിയല്ലേ.
സായിബേ, ഞാൻ നടന്ന് കുഴങ്ങി സായിബേ. 12 കിലോമീറ്റർ ബസ്സില്ല, ബസ് സ്റ്റോപ്പാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തായാലും ഇന്ന് നാളെ പോവുകയല്ലേ, അപ്പോൾ എന്തായാലും ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി ഞാൻ നടന്നു വന്ന്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബസ്സും ഇല്ല, ഒന്നുമില്ലല്ലോ. എന്താ ചെയ്യുക, നടക്കന്നെ വേണ്ടി വരുമോ തിരിച്ച്? ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് പോകാനും തോന്നുന്നില്ല കേട്ടോ. നടന്ന കഷ്ടപ്പാടൊക്കെ പോയി. പക്ഷെ തിരിച്ചെങ്ങനെ പോകും എന്നുള്ളതാണ് എൻ്റെ സായിബേ. എന്താ ചെയ്യുക? നമ്മൾ മുകളിലേക്ക് കയറുന്നതിനനുസരിച്ചുള്ള വ്യൂ ആണ് കേട്ടോ. കയറുന്നതിനനുസരിച്ചുള്ള ഓരോ വ്യൂ. ആ മരത്തിൻ്റെ ഭംഗി എന്താ അല്ലേ, മരം ഉണങ്ങിയിട്ടുള്ള അടിപൊളി ഭംഗിയല്ലേ. ഒരു അടിപൊളി ഫോട്ടോ എടുക്കാം. ഇവിടെ നമുക്ക് ബുധവാ ബസ് കിട്ടിയെന്ന് തോന്നുന്നു. ഇവിടെ വന്നിക്കുന്ന കാണുന്നുണ്ട്, എന്തോ ഭാഗ്യം. പോവുകയായിരിക്കും ചോദിച്ചു നോക്കാം. സ്റ്റാർട്ടിങ്ങൊക്കെ കാണുന്നുണ്ട്, കണ്ടില്ലേ? നോക്കി നോക്കട്ടെ. അങ്ങനെ ഞാൻ തിരിച്ച് നടക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. ഇവിടെ ആരും ഇല്ലെങ്കിലും ബസ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ബസ്സൊന്നും കാണിക്കുന്നില്ല. എന്തോ ഭാഗ്യത്തിന് ബസ് വന്നിട്ടുണ്ട് പുതുവയിലേക്ക്. നമ്മൾ കയറുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ബസ് കയറിക്കുക. ഞാൻ ഒറ്റക്കേ ഉള്ളൂ, ആരുമില്ല. പക്ഷെ എന്നാലും ഭാഗ്യല്ലേ, എനിക്ക് കിട്ടിയല്ലോ. സന്തോഷം സന്തോഷം. നടന്നു പോകേണ്ടി വരുമെന്ന് വെച്ചു. 12 കിലോമീറ്റർ വീണ്ടും നടക്കണമെന്ന് വിചാരിച്ചിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. കാല് കുഴഞ്ഞിട്ട് നിർത്തി. പുതുവേനെ ഞാൻ നോക്കിയ സമയത്ത് പോയിട്ട് ബസ്സില്ല എന്ന് പറഞ്ഞ. എന്തോ ഭാഗ്യത്തിന് ഇവിടുന്ന് ബസ് കിട്ടി. ഭയങ്കര സന്തോഷം. എന്താ കഷ്ടപ്പാടില്ല. ഇത് കാണാതെ പോയാൽ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് നടന്നു വിട്ടതാ. നടന്ന് ഇവിടെ എത്തി ശരിക്കും കുഴങ്ങി. ഒന്നാമത് തണുപ്പുള്ളതുകൊണ്ട് വേർക്കുകയും ചെയ്തില്ല. പക്ഷെ എന്നാലും കാലൊക്കെ വേദന വന്നു ഭയങ്കരമായിട്ട്. അങ്ങനെ നമ്മൾ ബസ്സിൽ തിരിച്ചു പോകട്ടോ. കാണുന്നില്ലേ കാഴ്ചകൾ? പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ചിൻ്റെ സൈഡിലൂടെയാണ് ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടെങ്കിൽ. അടിപൊളിയല്ലേ? അപ്പം നമ്മൾ ഇനി നേരെ നമ്മൾ ഹോസ്റ്റലിലേക്കാട്ടും. ഹോസ്റ്റലിൽ പൊതുവേയിൽ ഇനി എന്തെങ്കിലും കാണാണ്ട് അതുകൂടി കാണും. നാളെ നമുക്ക് ബോസ്നിയയിലേക്ക് പോകാനുള്ളത്. ബസ്സിൻ്റെ ടിക്കറ്റാണ് കേട്ടോ. മെഡിറ്ററേനിയൻ എക്സ്പ്രസ് ബുധുവ SV സ്റ്റീഫൻ. SV സ്റ്റീഫൻ എന്നാണ് നമ്മൾ ഈ സ്ഥലത്തിന് ഇവിടെ കോഡായിട്ട് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ 2.5 യൂറോ ആണ്. 2.5 യൂറോക്കാണ് ഞാൻ നേരത്തെ 12 കിലോമീറ്റർ നടന്നത്. ബസ്സിലേറ്റാണ്, അതിനെക്കൊണ്ട് തിരിച്ചു പോകാൻ കിട്ടി. എനിക്ക് 12 കിലോമീറ്റർ നടക്കാനും കഴിഞ്ഞു. അടിപൊളിയല്ലേ? മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ബസ് കിട്ടി. നേരത്തെ വിവരം തരികയായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. കടൽ ഹൈറ്റിലുള്ള ഇതാണ് പുതുവയിലെ ഓൾഡ് ടൗണിൻ്റെ അടയാളം കേട്ടോ. ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇവർ അടയാളം കാണിക്കുക. നിങ്ങൾ ഇതിൽ ഗൂഗിൾ നോക്കിയാലേ കാണാം. എന്നിട്ട് ഈ വഴിക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഓൾഡ് ടൗൺ ആട്ടോ. അവിടേക്ക് ഇതാ കണ്ടില്ല, നമ്മൾ ഇന്നലെ പോയി കണ്ട ആ ചർച്ചിൻ്റെ ഭാഗം, ആ കോട്ടൻ്റെ ഭാഗമൊക്കെയാണ്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലാവുമ്പോൾ ഇതാ ഈ സ്ഥലത്ത് നിന്ന് മെയിൻ റോഡിൽ ഈ സ്ഥലത്ത് നിന്നിട്ട് ഇതാണ് അതിൻ്റെ ശരിക്കും ഓൾഡ് ടൗണിൻ്റെ അടയാളം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണുക ഈ വഴീൻ്റെ അവിടെ ആയിട്ട്. Hello. Yes. He's from France. Yeah. From Lyon. Yeah. And now when you plan to Asia? Asia is my next trip. Okay. Which place? Which country? I want to go to Mongolia. Mongolia. China. China, yeah. Yeah. Japan. Okay. Vietnam and Thailand. At least. No India? Yeah, at least. Because India, I want to go there, but the country is so big, I will need a month to go there. So No problem. You come. I have so many routes for Indian. yeah. It's my experience is 25 years traveling experience, not 1 year. You know. Yeah. So if I come to India, I can contact you. Yeah, of course. I have a Tell resort. me everyone. Everything have. I have facility tourism. Oh, Yeah. nice. I will do. Don't worry. So many friends are came there Yeah. in my city. My city, you know, Kerala. Name Kerala. Kerala. Kerala means backwater, goat-some country. Backwater have like this greenish have, and cooling place have, good sea
there, everything. Oh, that's cool. അപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ട് കോട്ട കാണാൻ പോകട്ടോ. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്, അതുകൊണ്ടുള്ള ബന്ധമാണ്. ഇങ്ങനെയാണ് നമ്മളെ ബന്ധങ്ങൾ ഉണ്ടാവുക, റൈറ്റ്? ഫോർട്ടിലേക്ക് നമ്മൾ പോകുന്ന ഭാഗത്ത് ഇതേപോലെ ആ മലക്ക് ഇതായിട്ട് നല്ലൊരു ഹൈവേ റോഡ് കട്ട് ചെയ്തിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ടണലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴിക്കാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. ഇവിടെ ടിക്കറ്റിൻ്റെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്, സീസണേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ടി വരലുണ്ടാവില്ല. അവിടെ വരെ കയറണം. അപ്പോൾ അതാണിപ്പോൾ ആകെയുള്ളൊരു വിഷമം. ഇത്രയും നടന്നു വന്നുകൊണ്ട് ഇതാണ് നമ്മൾ ഹിസ്റ്ററി, ഗാർഡിയൻ ഓഫ് ദ വെസ്റ്റേൺ ബോർഡർ ഓഫ് ബുദ്വ. കണ്ടില്ലേ? അപ്പം ആ കാലഘട്ടത്തിൽ ബുധുവിനെ സേവ് ചെയ്ത ഒരു കോട്ടയാണിത് ആ സമയത്തുള്ളത്. വായിക്കേണ്ടവർക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടോ. 1860 ഉണ്ടാക്കിയതാണ്. 1860 എന്ന് പറഞ്ഞാൽ തുർക്കിഷിൻ്റെ ഓട്ടോമൻ കാലമായിരിക്കും. അപ്പോൾ സൂട്ടബിളി അങ്ങനെ ഇവർ 1860 ഗോയിൻഡ് ഉണ്ടാക്കി. മോർഗൻ നലാസീസ് 100 മീറ്റർ ഒക്കെ സെറ്റ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ബുധുവിൻ്റെ മറ്റൊരു കാഴ്ച. നമ്മളങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ മൂപ്പരാൾ എനിക്ക് പണ്ടുള്ള വായന മുടിയൊക്കെ ഉള്ള ആളാണ്. പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ, ചെറിയ പയ്യനാണ്. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവരണം. കുട്ടികൾ ടൂർ അടിക്കുന്ന കുട്ടികളൊക്കെ നമുക്ക് ഉഷാറാക്കണം. അങ്ങനെ നമ്മൾ കോട്ടൻ്റെ അകത്തേക്ക് കയറുകയാണ് മക്കളെ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി അതിശയപ്പെടുകയാണ്. വി ആർ സ്റ്റേയിങ് ദർ. യു അണ്ടർസ്റ്റാൻഡ് ദിസ് പ്ലേസ്? This hill. ടോപ്പ് ഹൈറ്റ്. ഈ ഏറ്റവും ടോപ്പിലുള്ള ഈ ബിൽഡിങ്ങിൻ്റെ അടുത്താട്ടോ നമ്മൾ താമസിക്കുന്നത്. അവിടെയുള്ള ഹോസ്റ്റലിലാണ്. അവിടെയാണ് എല്ലാ കിലാടികളും എത്തിപ്പെടുന്നത്. അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള വ്യൂ ഞങ്ങളെ കാണിച്ചില്ലായിരുന്നോ? ഇത് ഓൾഡ് സിറ്റി ആട്ടോ. ഈ കാണുന്നതാണ് നമ്മൾ പോയ ഓൾഡ് സിറ്റി. അത് ബുധുവൻ്റെ സിറ്റി ആ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പോയ കുറേ സ്ഥലങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. എല്ലാ സംഗതികളും കാഴ്ചക്കാരൊക്കെ വരുന്നുണ്ട്. 1860 നമ്മളെ ഓട്ടോമൻ കാലഘട്ടത്തിലുള്ളതാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് ബുധുവിനെ സേവ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു കോട്ടയാണിത് എന്നുള്ളത്. അപ്പോൾ അന്ന് കടലിലൂടെ ആയിരിക്കുമല്ലോ അന്നത്തെ പൊതുവെ ശത്രുക്കൾ വരിക. അപ്പോൾ കടലിലൂടെ വരുന്ന ആൾക്കാരെ ഇവർ ഇതിലൂടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സെക്യൂരിറ്റി വെച്ചിട്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്സ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കാഴ്ചകൾ. വൈകുന്നേരം 4 മണിയായിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ അൻഡ്രാഡി കടലെടുക്കാണിത്. അപ്പുറം ഇറ്റലിയാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഇറ്റലിയാണ്. സൂര്യാസ്തമയം കാണുന്നുണ്ട് കേട്ടോ. എന്തോ ഭാഗ്യത്തിന് സൂര്യാസ്തമയം കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ കോട്ടൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കാം. അടിപൊളി സൺസെറ്റ് കാണാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക്? അവിടെ ഒരു ബിൽഡിങ് അതേമാതിരി കോട്ട പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ എല്ലാ സ്ഥലത്തും കൈവയും ഇതുമാണ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ നടന്ന് പോയിട്ട് എത്തിയ സ്ഥലം ഈ കാണുന്ന ആ കഷ്ണത്തിൻ്റെ അവിടെ ആയിരിക്കും കേട്ടോ. എനിക്കങ്ങനെയാണ് സംശയം. ഇവിടുന്ന് പിന്നെ ഇതിൻ്റെ മറവുള്ളതുകൊണ്ട് എത്രത്തോളമാണെന്ന് അറിയാൻ കഴിയില്ല. 1860 കോട്ടൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഈ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. സൺസെറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ കഴിയുന്ന പോലെയുള്ള നല്ലൊരു കാഴ്ചകളാണ്. നമുക്കിവിടെ ശരിക്കും ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് നമ്മൾ മതിൽ ചാടണോ വേണ്ടോ വിചാരിക്കും. ജംപ് നോ വി ക്യാൻ ചെക്ക് ഫസ്റ്റ്. കോട്ടൻ്റെ ഉള്ളിൽ പൊളിഞ്ഞ സൈഡായി കിടക്കുന്നുണ്ട്. അതൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഇതൊക്കെ. നമ്മളെ നാട്ടിൽ നമ്മൾ മൈസൂരും ടിപ്പുവിൻ്റെ സ്ഥലത്തൊക്കെ പോയാൽ കാണുന്ന മാതിരി തന്നെ ഓരോ ജീവികളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഇവിടെ. നത്തിങ്. ഇതൊക്കെ വെറുതെ വന്ന് നോക്കാനേ ഉള്ളൂ. ഒന്നുമില്ല. ഇവിടെ കൂടെ ഇരുട് പിടിച്ചിട്ടുണ്ട്. സംഭവം നമ്മളെ നാടിനെക്കാട്ടും മെയിൻ്റനൻസ് കുറവാണ് ചില സംഗതികൾ കിട്ടും ഇവർക്ക്. കുറേയൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ സേവ് ഉണ്ട്. ഇപ്പോഴാണ് ഇവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായത് നമുക്ക് കേട്ടോ. ടൂറിസത്തിൻ്റെ ഭാഗം ചിന്തിക്കുമ്പോൾ ആൾക്കാർ പഴയ കാലത്തെ ചരിത്രങ്ങൾ കേൾക്കാനും അറിയാനും ഭയങ്കര ആഗ്രഹമാക്കുന്നു. ഇപ്പം ഇവനൊക്കെ
ചെറിയ കുട്ടിയാണ് പറയുമ്പം യൂറോപ്പ് കറങ്ങുന്നത് ഫുള്ള് ഹിസ്റ്ററി അറിയാനാണ്, പഴയ കാര്യങ്ങൾ അറിയണം എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ യൂത്തായ കുട്ടികൾക്ക് ഈ ആഗ്രഹം വേണം. അപ്പോഴേ അവർക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടതെന്നൊക്കെ കുറേ കാൽക്കുലേഷൻസ് കിട്ടും. അങ്ങനെയാണ്. ഇതൊക്കെ സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ, നല്ല ബോട്ടിൻ്റെ സർവീസൊക്കെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു കേട്ടോ. സർവീസ് നിന്ന് പോയിട്ടാ. അതിലേറ്റവും ടോപ്പിലാണ് ഇപ്പം നമ്മൾ താമസിക്കുന്നത്. അവിടെ നിങ്ങൾ കാഴ്ച ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കോട്ടയിൽ നിന്നാണ് ഇപ്പം നമ്മൾ ഈ കാഴ്ച കാണുന്നത് കേട്ടോ. താഴോട്ടൊക്കെ പോയി നോക്കുകയാണ്. വൈത്തലോട് കുട്ടികൾ കാണുമ്പോഴുള്ള, ഞാൻ കുട്ടികളെ കൂടെ കൂടിയാൽ എനിക്ക് ആ മൂഡ് വരും. അതാണ് അതിൻ്റെ കുഴപ്പം. എങ്കിലും പോയി കാണണമല്ലോ. ആ പ്രായത്തിലുള്ള ഒരു ഇതങ്ങനെയാണല്ലോ. മതിൽ ചാടണം, എങ്ങോട്ടും ചാടണം. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണല്ലോ നമ്മുടെ നാട്ടിലെ കുട്ടികളെ. അപ്പം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള പ്രായമാണ്. ആ സമയത്ത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പോയി കാണണം. നമ്മളെ മാതിരി ഇനി അത് മതി ഇത് മതി എന്ന് വിചാരിക്കില്ലല്ലോ ആ പ്രായത്തിൽ. പ്രത്യേകിച്ച് ഇത് പഠിക്കണം അറിയണം എന്ന് വിചാരിച്ചിട്ട് യാത്ര ചെയ്യുന്ന ആങ്സൈറ്റിയുള്ള കുട്ടികളാകുമ്പോൾ. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഓക്കെ, കോട്ട എന്ന് പറഞ്ഞിട്ട് കാണിക്കാനൊക്കെ ഉണ്ട് സാധനം. പക്ഷേ ഇവർ സമ്മർ ടൈമിൽ എങ്ങനെ ആയിരിക്കും എന്നറിയില്ല. ആ സമയത്ത് ചിലപ്പം നല്ല സർവീസും ഗൈഡൻസും ഒക്കെ ഉണ്ടായിന്ന് വരും. രാത്രിയിലെ വീഡിയോ കണ്ടേ? ഞാൻ തളർന്നു എൻ്റെ സുഹൃത്തുക്കളെ. ഞാൻ നടന്നും തണുത്തും ഒക്കെ തളർന്ന് സൈഡയക്കുന്നു. പക്ഷേ ഭയങ്കര ഹാപ്പി ആട്ടോ. ബ്രെഡിൽ നമ്മളെ വെജ്, ഉള്ളി, പരിപ്പ്, പിന്നെ നമ്മളെ ഉരുളക്കിഴങ്ങ്, അതാണ് മേലെ കയറ്റി വെച്ച് കേട്ടോ. ഇവിടെ ബ്രെഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ്. ഇത് ചിക്കന് നമ്മൾ ലേശം സ്പൈസിയൊക്കെ ആക്കി ഉണ്ടാക്കി ബ്രെഡൊക്കെ ഇട്ട് കവർ ചെയ്തിട്ട് ഒരു അടിപൊളി പാക്കിങ് സാധനം ഉണ്ടാക്കിട്ടോ. ഇവിടെ ഉള്ളവർക്കൊക്കെ കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടമായി. ഞാനും കഴിക്കാനും അവരൊന്നും കാണിച്ചിട്ടില്ല. ഇവിടെ ക്യാമ്പ് ഫയർ നടക്കാൻ പോകാൻ തോന്നുന്നു. അങ്ങനെ നമ്മുടെ ക്യാമ്പ് ഫയർ നടക്കുകയാണ്. ഫുള്ള് ക്യാമ്പ് ഫയർ കേട്ടോ. ഹായ്, ഇത് അതിൻ്റെ കൂടാണ്. ഇത് മരക്കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഫുള്ള് തണുപ്പാണ്. ഈ തണുപ്പിൻ്റെ അകത്താണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തത്. ഇപ്പം നമ്മൾ ഇവിടെ കാണാൻ പോകുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് വ്യൂവും കൂടി എടുക്കുക കേട്ടോ ഞാൻ. കാരണം ഇത് അങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ക്യാമ്പ് ഫയർ ഒന്നും നമ്മൾ സെറ്റ് ചെയ്യണ്ട, ഇവർ ഫ്രണ്ട്സുകളൊക്കെ വന്ന് അങ്ങനെ സെറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ വ്യൂ ഒക്കെ കണ്ടങ്ങൾ, ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. രാത്രിയായി. അപ്പം നല്ല തണുപ്പുണ്ട്. അപ്പം നമ്മൾ ക്യാമ്പ് ഫയർ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ക്യാമ്പ് ഫയറിൻ്റെ ലുക്ക്. ഇത് നല്ല അടിപൊളി ക്യാമ്പ് ഫയർ നടക്കട്ടോ. തണുപ്പത്ത് ആൾക്കാരിങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ടുള്ള ഇതാണ് നമ്മളെ ഈ ഹോസ്റ്റലിൻ്റെ പ്രത്യേകത. ഓക്കെ, നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ യാത്ര പറയാണ്. നാളെ രാവിലെ നമ്മൾ ബോസ്നിയയിലേക്കാണ് പോകുന്നത്. ഇതിവിടുത്തെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ്. കിച്ചണിലേക്ക് പോകുന്ന വഴിയാണ്. കിച്ചൺ ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത കിച്ചനാണ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിനോടൊക്കെ വിട പറയാണ്. നാളെ രാവിലെ 2 ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം, റിസപ്ഷൻ്റെ സ്ഥലങ്ങൾ. അങ്ങനെ നമ്മളെ മോണ്ടിനോഗ്രോയിൽ ബുദ്വയിലെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇവരെ ക്യാമ്പ് ഫയർ പാർട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വീഡിയോ എടുത്തു. അതിൽ കൂടുതൽ പങ്കെടുക്കാൻ പറ്റില്ല. രാവിലെ നമ്മൾ പോവുകയാണ്. നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇവരെ ഇതൊക്കെ പിന്നീട് പറയാം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മോണ്ടിനെഗ്രോ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. അടുത്തൊരു ദുബായ് ആണ്. അടുത്തൊരു ദുബായ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. മലയാളികൾക്ക് സെലക്ട് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സ്ഥലമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത വീഡിയോയിലേക്ക്, ബോസ്നിയാണ് നാളെ. അപ്പം നമ്മൾ അതിലേക്ക് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ നൈറ്റ് ഹാപ്പിയാണ്. 2 ദിവസം ഞാൻ ഇവിടെ നിന്നു. അടിപൊളിയാണ് എൻ്റെ ഈ യാത്രയിൽ. അപ്പം നിങ്ങൾക്കൊക്കെ ഞാൻ സ്വാഗതം പറയാണ് ഇവിടെ. അതുകൊണ്ട് ഞാനിന്ന് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.